നമസ്കാരം. റഷ്യൻ അതിർത്തിയിൽ പുടിന്റെ മിസൈലുകൾക്ക് മുന്നിൽ ഉക്രൈൻ വിറച്ചു നിൽക്കുമ്പോഴും മറുഭാഗത്ത് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ റീപ്പർ ഡ്രോണുകളെ ഇറാൻ വെടിവെച്ചിടുമ്പോഴും ലോകം വിചാരിച്ചത് യുദ്ധം അവിടെയൊക്കെ മാത്രമാണ് എന്നാൽ അതൊരു മിഥ്യാധാരണ മാത്രമായിരുന്നു. എന്നാൽ സഖ്യകക്ഷികളെ ഞെട്ടിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ മറ്റൊരു ഭീകരമുഖം ഇപ്പോൾ അമേരിക്ക സ്വന്തം മണ്ണിലാണ്, ലോസ് ആഞ്ചൽസിന്റെ ഹൃദയഭാഗത്ത് വന്ന് പതിച്ചിരിക്കുകയാണ്. ഇത് വെറും ഒരു വെടിയൊച്ചയല്ല, മിസൈൽ പ്രഹരവുമല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന്റെ നട്ടെല്ലിനെ അപ്പാടെ ഒടിച്ചു കളയുന്ന തരത്തിലാണ് ഇറാൻ നടത്തിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ മിസൈൽ ആക്രമണം. ലോസ് ആഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിൽ നിന്നും 700 ജിഗാബൈറ്റ് അതീവ രഹസ്യ വിവരങ്ങളാണ് ഇറാന്റെ സൈബർ യോദ്ധാക്കൾ ചോർത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ടെൽ അവീവിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗാംബിറ്റ് സെക്യൂരിറ്റി എന്ന സൈബർ നിരീക്ഷണ ഏജൻസിയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ പൊതുഗതാഗത ശൃംഖലകളിലൊന്നായ ലോസ് ആഞ്ചൽസ് കൗണ്ടി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയുടെ സർവറുകളിലേക്ക് ഇറാന്റെ ഔദ്യോഗിക പിന്തുണയുള്ള അബാബിൽ ഓഫ് മിനാബ് എന്ന ഹാക്കിംഗ് ഗ്രൂപ്പ് അതിക്രമിച്ചു കയറിയിരുന്നു. വിശുദ്ധ ഖുറാനിലെ ആനക്കൂട്ടത്തെ കല്ലെറിഞ്ഞു വീഴ്ത്തിയ അബാബിൽ പക്ഷികളെ അനുസ്മരിപ്പിക്കുന്ന പേരുമായി വന്ന ഈ ഹാക്കർമാർ അമേരിക്കൻ സൈബർ പ്രതിരോധത്തിന്റെ കണ്ണ് വെട്ടിച്ചു നടത്തിയ ഈ നീക്കം വെറുമൊരു ഡാറ്റ ചോർച്ച മാത്രമല്ല, പകരം അമേരിക്കൻ ജനതയുടെ ദൈനംദിന ജീവിതത്തെയും ഡിജിറ്റൽ സംവിധാനങ്ങളെയും പൂർണ്ണമായി നിശ്ചലമാക്കാൻ ഇറാനുള്ള ശേഷിയുടെ വ്യക്തമായ തെളിവ് കൂടിയാണ്. ട്രെയിൻ, ബസ് സർവീസുകൾ, ഡിജിറ്റൽ നിയന്ത്രണങ്ങൾ, അറൈവൽ സ്ക്രീനുകൾ, യാത്രാ കാർഡുകൾ, റീലോഡ് ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഒരൊറ്റ ക്ലിക്കിലൂടെ ഇവർ തകിടം മറിച്ചു കളയുകയാണ് ഉണ്ടായത്. സൂപ്പർ പവർ എന്ന് സ്വയം അഹങ്കരിക്കുന്ന അമേരിക്കയ്ക്ക് തങ്ങളുടെ ആഭ്യന്തര സുരക്ഷ പോലും ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഈ ആക്രമണത്തിലൂടെ പുറത്തായിരിക്കുന്നത്. ചോർത്തപ്പെട്ട 700 ജിഗാബൈറ്റ് ഡാറ്റയിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ അതീവ രഹസ്യമായ ഇമെയിലുകൾ, ഇന്ത്യൻ ഫയലുകൾ, ഗവൺമെന്റ് ബാക്കപ്പുകൾ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സാധാരണയായി മറ്റുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നുകയറി രഹസ്യങ്ങൾ ചോർത്തുന്ന അമേരിക്കയ്ക്ക് സ്വന്തം രാജ്യത്തെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഫയലുകൾ ഇന്റർനെറ്റിൽ പരസ്യമായി കിടക്കുന്നത് കാണേണ്ടി വന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ അപമാനമാണ്. തങ്ങളുടെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ ലോകോത്തരമാണ് എന്ന് വീമ്പ് പറയുന്ന FBI പോലും ഈ ലോകത്തിന്, ഈ ആക്രമണത്തിന് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ സൈനിക കരുത്ത് അതിർത്തികളിൽ മാത്രമല്ല, ഡിജിറ്റൽ സ്പേസ് പൂർണ്ണമായും വിന്യസിച്ചു കഴിഞ്ഞു എന്നതിലാണ് വ്യക്തമായ സന്ദേശം ഉണ്ടാവുന്നത്. എന്തായാലും ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ നോക്കുന്ന പാശ്ചാത്യ ശക്തികളുടെ നഗരങ്ങളെ ഇരുട്ടിലാക്കാൻ തങ്ങൾക്ക് അധികം സമയം ആവശ്യമില്ല എന്ന് ഈ ഡേറ്റ വേട്ട അടിവരയിട്ട് കാണിക്കുന്നു. ഈ സൈബർ പ്രത്യാക്രമണങ്ങൾ കേവലം ലോസ് ആഞ്ചൽസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് അന്താരാഷ്ട്ര നിരീക്ഷകരാണ് അക്കാര്യം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന പെട്ടെന്നുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ നീക്കങ്ങൾക്കുള്ള കൃത്യമായ മറുപടി കൂടിയാണ് ഈ നടന്നത്. എന്തായാലും ഇതേ ഹാക്കിംഗ് ഗ്രൂപ്പ് തന്നെയാണ് സൗത്ത് ഫ്ലോറിഡയിലെ ട്രൈ റെയിൽ കമ്മ്യൂണർ നെറ്റ്വർക്കിന് നേരെയും അമേരിക്കൻ വെഹിക്കിൾ ട്രാക്കിംഗ് കമ്പനിയായ വിങ്സ്, സൗദിയിലെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ യൂണിമാക്സ് എന്നിവയ്ക്ക് നേരെയും സമാനമായ ആക്രമണങ്ങൾ നടത്തിയത്. ഇതിലൂടെ തങ്ങളുടെ ശത്രുക്കൾ എവിടെയൊക്കെയാണ് ഒളിച്ചിരുന്നാലും അവരെയെല്ലാം ഡിജിറ്റലായി വേട്ടയാടാൻ തങ്ങൾക്ക് കഴിയുമെന്ന കാര്യം ഇറാൻ ഇതോടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു രാജ്യത്തെയും ജനതയെയും അടിച്ചമർത്താൻ നോക്കുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ തന്ത്രപരമായ കേന്ദ്രങ്ങളെയും സാമ്പത്തിക വ്യവസ്ഥകളെയും തകർക്കാൻ ഇറാൻ സൈന്യത്തിന് മറ്റ് വ്യക്തികളുടെ അല്ലെങ്കിൽ വൻ ശക്തികളുടെ സഹായം ആവശ്യമില്ല എന്ന് ഈ സംഭവത്തോടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഇറാന്റെ ഈ ഒരു പുതിയ യുദ്ധതന്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അമേരിക്ക മാത്രമല്ല, അവരുടെ സഖ്യകക്ഷിയായ ഇസ്രയേലും കൂടിയാണ്. അതുകൊണ്ടാണ് ടെൽ അവീവിലെ ഗാംബിറ്റ് സെക്യൂരിറ്റി പോലുള്ള കമ്പനികൾ ഇറാന്റെ സൈബർ നീക്കങ്ങളെ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. എന്തായാലും ഇറാന്റെ ഡിജിറ്റൽ മിസൈലുകൾ നാളെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുമെന്ന ബോധ്യം ഇസ്രയേലിനുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാൻ നടത്തുന്ന ചെറുത്തുനിൽപ്പ് ഇപ്പോൾ ലോക ഭൂപടത്തിന്റെ പല തന്ത്രപ്രധാന നഗരങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്ക ഉക്രൈനിലും മിഡിൽ ഈസ്റ്റിലുമായി തങ്ങളുടെ സൈനിക വിഭവങ്ങളും ശ്രദ്ധയും വിഭജിച്ചു നിൽക്കുന്ന ഈ സുപ്രധാന സമയത്തു തന്നെയാണ് ഇറാൻ അമേരിക്കയുടെ ആഭ്യന്തര മണ്ണിൽ കടന്നു കയറി പ്രഹരം നടത്തിയത്.
എന്തായാലും ചുരുക്കത്തിൽ ഉപരോധങ്ങളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും കൊണ്ട് ഇറാന്റെ ആത്മവീര്യത്തെ തളർത്താൻ കഴിയില്ല എന്ന് 700 GB ഡാറ്റ വേട്ടയാടലിലൂടെ ലോകം ഒരിക്കൽ കൂടി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ലോകമെമ്പാടും അധിനിവേശത്തിന്റെയും ചതിയുടെയും ചരിത്രം മാത്രമുള്ള അമേരിക്കയ്ക്ക് ഇറാന്റെ മണ്ണും ആകാശവും മാത്രമല്ല, ഇനി സൈബർ ലോകവും ഒരു കീറാമുട്ടിയായി തുടരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.